നമസ്കാരം. ഷിരൂരിൽ കാണാതായ അർജുൻ്റെ കുടുംബത്തെപ്പോലെ തന്നെ ദുഃഖിക്കുന്ന മറ്റൊരു കുടുംബവുമുണ്ട്. ഷിരൂരിൽ ഗംഗാവലിപ്പുഴയ്ക്കടുത്താണ് 3 പെൺമക്കളടങ്ങുന്ന ജഗന്നാഥൻ്റെ കുടുംബം. മണ്ണിടിച്ചിലിന് പിന്നാലെ ജഗന്നാഥനും അർജുനെപ്പോലെ തന്നെ കാണാമറയത്താണ്. ദുരന്തത്തിൽ മരിച്ച ചായക്കടക്കാരൻ ലക്ഷ്മണയുടെ ഭാര്യാ സഹോദരനും ഹോട്ടലിലെ സഹായിയുമായിരുന്നു ജഗന്നാഥൻ. ശരീരം തുളഞ്ഞു പോകുന്നത് കണക്കെ കനത്ത മഴയായിരുന്നു. പകുതി കീറിയ തൻ്റെ കുടയുമായി ജഗന്നാഥൻ അന്നും ഹോട്ടലിൽ പോയി. ഇടയ്ക്ക് വിളിച്ചപ്പോൾ ഹോട്ടലിൽ തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പെട്ടെന്നാണ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയൽവാസികൾ അങ്ങോട്ട് ഓടുന്നത് കണ്ടത്. ഉടനെ അച്ഛനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല എന്ന് മകൾ പറയുന്നു. ഇതുവരെ കിട്ടിയിട്ടുമില്ല. ജഗന്നാഥൻ്റെ മകൾ കൃതികയുടെ വാക്കിലും കണ്ണീരിലുമുണ്ട് ഷിരൂരിലെ ദുരന്തത്തിൻ്റെ ആഴവും ഭയവും. അച്ഛനെ ഫോൺ വിളിച്ച് നോക്കി, കിട്ടിയില്ല. മാമിയെ വിളിച്ചു, കിട്ടിയില്ല. അങ്ങോട്ട് ഓടി നോക്കുമ്പോൾ മൺകൂനം മാത്രം. ഹോട്ടലുടമ ലക്ഷ്മണയുടെ ഭാര്യാ സഹോദരനായിരുന്നു ജഗന്നാഥൻ. മനീഷയും കൃതികയും പല്ലവിയുമാണ് ജഗന്നാഥൻ്റെ മക്കൾ. ജഗന്നാഥൻ്റെയും ലക്ഷ്മണയുടെയും കുടുംബങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ കൃതിക ഫോണിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മൃതദേഹം എങ്കിലും സർക്കാർ കണ്ടെത്തി തരണമെന്ന് ജഗന്നാഥൻ്റെ ഭാര്യ കണ്ണീരോടെ പറയുന്നു. അതേസമയം ഷിരൂരിൽ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനായി മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള ആളുകൾ തെരച്ചിൽ ഇന്നും തുടരും. പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. നാവികസേനാംഗങ്ങളും തെരച്ചിലിനായി എത്തും. കൂടുതൽ ആളുകളെ എത്തിച്ച് വിപുലമായ തിരച്ചിലായിരിക്കും നടത്തുക. നല്ല വെയിലുള്ള സമയം നോക്കി തിരച്ചിൽ നടത്തിയാൽ കൂടുതൽ ഗുണകരമാകും എന്നാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ പറയുന്നത്. ഇന്നലത്തെ തിരച്ചിലിൽ അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരുന്നു. കാലാവസ്ഥയും ഒഴുക്കും അനുകൂലമെങ്കിൽ മാത്രമേ നാവികസേനയുടെ ഡൈവിംഗ് സംഘം പുഴയിൽ മുങ്ങി പരിശോധന നടത്തൂ. കരസേനയുടെ സഹായവും ഉണ്ടാകും. കരസേനയുടെ ചെറു ഹെലികോപ്റ്റർ ഉപയോഗിക്കും. നാവികസേനാംഗങ്ങൾക്ക് സഹായമായിട്ടായിരിക്കും കരസേനയുടെ ചെറു ഹെലികോപ്റ്റർ എത്തുക. പുഴയിലെ തിരച്ചിൽ ദൗത്യത്തിന് നിലവിൽ കരസേനയെ നിയോഗിച്ചിട്ടില്ല. ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് ഈശ്വർ മൽപ്പെ പറയുന്നത്. പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞു. മുങ്ങിത്താഴുമ്പോൾ പുഴയുടെ അടിയിലെല്ലാം വ്യക്തമായി കാണാനാകുന്നുണ്ടെന്നും വെയിലുള്ള സമയത്ത് രാവിലെ ഇറങ്ങിയാൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ 2 മണിക്കൂർ മാത്രം ഈശ്വർ മൽപ്പെ നടത്തിയ തിരച്ചിലിൽ ഇത്രയും മുന്നോട്ട് പോകാനായെങ്കിൽ വിപുലമായ തിരച്ചിൽ നടത്തിയാൽ ലോറി കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറയുന്നു. പുഴയുടെ ഒഴുക്കിൻ്റെ വേഗം 2 നോട്ട് ആയി കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ വലിയ മഴ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേക അലേർട്ടുകളുമില്ല. നാവികസേനയുടേതടക്കം 50 സേനാംഗങ്ങളായിരിക്കും ഇന്ന് തിരച്ചിലിൽ പങ്കെടുക്കുക എന്നാണ് SP അറിയിച്ചിരിക്കുന്നത്. നാവികസേന, SDRF, NDRF, പോലീസ് എന്നീ സേനകൾ പുഴയിലെ തിരച്ചിലിനുണ്ടാകും. ഫിഷറീസ്, തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും സഹായത്തിനുണ്ടാകും. കരസേനയുടെ ഹെലികോപ്റ്റർ റുട്ടീൻ തിരച്ചിലിൻ്റെ ഭാഗമായി സർവൈലൻസ് സഹായത്തിനും ഉണ്ടാകുമെന്നും കാർവാർ SP പറയുന്നു. ഇന്നലെ ഈശ്വർ മൽപ്പെ നടത്തിയ തിരച്ചിലിലാണ് അർജുൻ്റെ ലോറിയുടേത് എന്ന് പറയപ്പെടുന്ന ഹൈഡ്രോളിക് ജാക്കിയും ടാങ്കർ ലോറിയുടെ ചില ഭാഗങ്ങളും കണ്ടെത്തിയത്. ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞതിനാൽ തെരച്ചിൽ എളുപ്പമാകും എന്നാണ് വിലയിരുത്തൽ. നാവികസേനയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലിൽ പ്രതീക്ഷ ഉണ്ടെന്ന് അർജുൻ്റെ കുടുംബം പറയുന്നുണ്ട്. കാര്യക്ഷമമായ തെരച്ചിൽ നടത്തണം. സംസ്ഥാനം ഔദ്യോഗികമായി തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാണ് അർജുൻ്റെ കുടുംബം പറയുന്നത്. ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്താനായത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കൂടുതൽ പേർ എത്തി തെരച്ചിൽ നടത്തുന്നതുകൊണ്ട് പ്രതീക്ഷയുണ്ടെന്നും കുടുംബം അറിയിച്ചു. ദൗത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുൻ്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ നേരത്തെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. തെരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിച്ചിരുന്നു.